Watch full episodes on Jio Hotstar. നമ്മുടെ പ്ലാനറ്റിനാണെങ്കിലും ഒന്നുമില്ലല്ലോ. പക്ഷേ ഇവിടെ നിറയുണ്ടല്ലേ, തിന്നാനാണെങ്കിലും ശരി, ചുറ്റി നോക്കാനാണെങ്കിലും ശരി. നമുക്ക് ഡോഗ് റൈഡ് ചെയ്യാം. അയ്യോ, ഡോഗ്സ് നമ്മളെ കടിച്ചാലോ? ഇല്ല ഇല്ല, നമുക്ക് അതിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാന്നേ. നമ്മൾ എന്താണോ പറയുന്നത് അത് ആ ഡോഗ്സ് ചെയ്യൂ. എൻജോയ്. ഗട്ടു എല്ലാം ഓർമ്മയുണ്ടല്ലോ, ഒന്നും മറക്കരുത് കേട്ടോ. മനുഷ്യന്മാരല്ലേ വന്നോണ്ടിരിക്കുന്നേ. നമുക്ക് എൻജോയ് ചെയ്യാം. എന്ത് ചെയ്യാണെങ്കിലും ഇൻവിസിബിൾ ആയിട്ട് വേണം ട്ടോ, അല്ലെങ്കിൽ അവര് നമ്മളെ കാണും. അടിപൊളിയായിട്ടുണ്ട് സാബ്ജി. പ്രൊഫസർ സാബ്ജി, ഈ ഡോഗ് എത്ര നന്നായിട്ട് ഡാൻസ് കളിക്കുന്നല്ലേ അല്ലേ സാബ്ജി? ഞാനും ഇതുപോലെയുള്ള ഡാൻസ് ആദ്യമായിട്ട് കാണുവാണ്. കൊള്ളാം. ഡോഗ്സ് ഡാൻസ് ചെയ്യുന്ന കേട്ടു. ഇവര് ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോ എനിക്കും ഡാൻസ് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടു. ഞാൻ ഡാൻസ് ചെയ്യുന്നല്ലോ. അത് കൊള്ളാലോ. മട്ടു, എനിക്ക് തോന്നുന്നു നിന്റെ ഡാൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. വരൂ വരൂ. ഡോഗ്സ് ഒക്കെ എങ്ങോട്ട് പോയി? ചിമ്പു, നീ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണട്ടോ. ഈ ഭൂമിയിലുള്ള വെള്ളമുണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഡേഞ്ചറാ. ശരീരത്തിലെ പെട്ടതും ശരീരം നീരാൻ തുടങ്ങി. അല്ല പ്രൊഫസർ, എന്തിനാ ഡോഗിനെ തടയുന്നേ? അതൊരു പ്രത്യേകതരം ഡോഗല്ലേ. മാത്രമല്ല ഒരു ഡോഗിനും ഇതുപോലെ ഡാൻസ് കളിക്കാൻ പറ്റില്ല. എനിക്ക് ആ ഡോഗിന്റെ മുകളിൽ റിസർച്ച് ചെയ്യണം. പറഞ്ഞത് ശരിയാണ് സാബ്ജി, പറഞ്ഞത് വളരെ ശരിയാണ്. എന്ത്, നമ്മളെ വെച്ച് റിസർച്ച് ചെയ്യാൻ പോകുന്നു? നമുക്ക് ഇവരുടെ മോളിൽ കയറി ഇരുന്നിട്ട് ഇവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ഈ സിറ്റി ഫുൾ എൻജോയ് ചെയ്യാം. കം ഓൺ. എനിക്ക് തോന്നുന്നത് എന്റെ തലയുടെ മുകളിൽ ആരോ ഇരിപ്പുണ്ടെന്നാണ്. എനിക്കും അതുപോലെ തന്നെയാ തോന്നി സാബ്ജി. പോവാലോ പോവാലോ. പക്ഷെ എനിക്കിപ്പോ ഹോഴ്സ് റൈഡ് ചെയ്യാനാണ് തോന്നുന്നത്. ആ ഹോഴ്സ് വളരെ വലുതാണല്ലോ. നമ്മൾ ഏതെങ്കിലും ചെറിയ ഹോഴ്സിൽ കയറി വേണം റൈഡ് ചെയ്യാൻ. കട്ടുപെട്ടു, വരൂ നമുക്ക് ഹോഴ്സ് റൈഡിംഗ് ചെയ്യാം. പ്രൊഫസർ, ഇവിടെ ഹോർസ് എങ്ങനെ വരാനാ? ഹാൻഡ്സ് അപ്പ് ചെയ്യൂ. വെരി ഗുഡ്. നിങ്ങൾ എന്തായി കാണിക്കുന്നത് പ്രൊഫസർ? ഇതിന് നിങ്ങളുടെ എക്സ്പെരിമെന്റ് വല്ലതുമാണോ? എന്തുട്ടത്? ഇവരെ നമ്മൾ ഹോർസാക്കി മാറ്റിയല്ലോ. ഞാനൊരു ഹോർസായി. പ്രൊഫസർ, നിങ്ങൾ എന്താണ് ഇത് ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ പുതിയൊരു ഇൻവെൻഷൻ വല്ലതും ആണോ? ഞങ്ങളുടെ കാലൊന്നും നിൽക്കുന്നു പോലും ഇല്ലല്ലോ. പട്ടു, പട്ടൂടെ കാല് നിക്കുന്നില്ലടാ. എന്തെങ്കിലും ചെയ്യേ. പ്രൊഫസറെ, എന്താ ഇത്? ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു കേട്ടോ. വേഗത്തിൽ പോ കുതിരേ, വേഗത്തിൽ പോ കുതിരേ.
പ്രൊഫസർ നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നിങ്ങളൊന്ന് ഈ കുതിരയിൽ നിന്ന് ഇറങ്ങ്. ഞങ്ങളുടെ കാലുകൾ വേദന എടുക്കുന്നു. എത്ര നേരം എന്ന് പറഞ്ഞാ ഇങ്ങനെ ഓടിക്കുന്നത് പ്രൊഫസർ? എന്താണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത്? പ്രൊഫസർ നിങ്ങൾ വലിയ ബുദ്ധിമാനൊക്കെ അല്ലേ? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് നല്ലൊരു ഇൻവെൻഷൻ തന്നെയാണ്. എന്നാലും ഞങ്ങളെ വെറുതെ വിട്ടൂടെ പ്രൊഫസർ? നിർത്ത്. സബ്ജി എത്ര അടിപൊളിയായിരുന്നു അല്ലേ? ഇവിടെ തന്നെ നിൽക്കൂ സബ്ജി. ഒരു ഫോട്ടോ എടുക്കാന്നേ. ചേട്ടാ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തേരോ? സബ്ജി സ്മൈൽ പ്ലീസ്. ഒന്നും മിണ്ടാതിരിക്കേ. ഇത്രയായിട്ട് നിങ്ങൾക്ക് സ്മൈലിന്റെ ഒരു കുറവേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് പറ്റൂല. ബട്ടു, എനിക്ക് തോന്നുന്നത് പകരം വീട്ടുകയാണെന്നാണ്. പ്രൊഫസർ, ഇന്നാണ് നിങ്ങൾ ഞങ്ങളെ നന്നായിട്ട് ഇൻസൾട്ട് ചെയ്തിരിക്കുന്നത്. സമാധാനമായല്ലോ നിങ്ങൾക്ക്? അല്ലാതെ പിന്നെ വീണ്ടും ഹോർസ് റൈഡ് പോലെ സബ്ജി. ഇതേ നോക്ക്, ഈ ബട്ടു പറയണേ, ഈ ബട്ടുവിന് ഇനി ഒരിക്കലും ഓടാൻ പറ്റൂല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങ്. എന്റെ അടുത്ത് ഇറങ്ങ്. മര്യാദയ്ക്ക് ഇറങ്ങ്. സബ്ജി നിൽക്കൂ സബ്ജി. കഷ്ടപ്പെട്ടു. അവിടെ നിൽക്കൂ. ഇനിയും ഹോഴ്സ് റൈഡിംഗ് ബാക്കിയുണ്ട്. നിൽക്കൂ. ഓ, രക്ഷപ്പെട്ടെന്നേ. അവർ രണ്ടുപേരും തിരിച്ചുപോയി. ബട്ടു, നമുക്ക് വേഗം പോണം ഇവിടെ നിന്ന്. ഈശ്വരാ, കേട്ടു? ബട്ടുയുടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അതും വലിയൊരു പ്രശ്നം. അവർ രണ്ടുപേരും പ്രൊഫസർ ആൻഡ് ടിങ് ടോങ് പോലെയല്ല ബിഹേവ് ചെയ്തത്. അവരുടെ എന്തോ ഉണ്ട്. വാ പോയി കണ്ടുപിടിക്കാം. അത് കണ്ടോ കേക്ക്? അത് കണ്ടിട്ട് കൊതിയാവുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? നീ എന്ത് പറയുന്നു? അതെ ശരിയാണ്. തയ്യാറായിക്കോ. വന്നോട്ടെ. ആ കേക്ക് താനേ പറഞ്ഞ് അവരുടെ അടുത്ത് പോകുന്നു. ബട്ടു, പ്രൊഫസർ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സ്വന്തം ഇൻവെൻഷൻ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. വളരെ മോശമായ കാര്യമായി പോയി. ബട്ടൂന് ഇത് കാണുമ്പോ ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല. ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും പ്രൊഫസർ ആൻഡ് ടിങ് ടോങ് അല്ല. ഇവർക്കുള്ളിൽ വേറെ ആരോ ഉണ്ട്. ടിങ് ടോങ്, എങ്ങനെ നീ ചോദിക്കാതെ കേക്ക് എടുക്കും? കാശ് ആര് തരും? പോലീസ് 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 രക്ഷിക്കൂ! ഇവരിവിടെ മോഷ്ടിക്കുന്നു. പ്രൊഫസർ, ടിങ് ടോങ്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ വെറുതെ ചെയ്യാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ക്ഷമിക്കുന്നതിനും ഒരു നെല്ലിപ്പലകയൊക്കെ ഉണ്ട്. നിങ്ങൾ അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. കട്ടുപെട്ടു. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ ടെൻഷൻ ആവണ്ട. എന്നിട്ട് ജോളിയായി എൻജോയ് ചെയ്യൂ. വരൂ, നമുക്ക് അടിച്ചു പൊളിക്കാം. വരൂ. ഈ പ്രൊഫസറിന്റെ ലാംഗ്വേജിന് ഇത് എന്ത് പറ്റി? ഇവര് രണ്ടുപേര് എന്തോ ഒരു കാര്യം നമ്മുടെ അടുത്ത് നിന്ന് മറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കത് എത്രയും പെട്ടെന്ന് എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കേട്ടു? പ്രൊഫസർ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്? നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ലെന്ന്. ഇവനെ കൊണ്ടൊന്നും പറ്റില്ല. നീ എന്ത് ചെയ്യുന്ന പറയുന്നത്? നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്നത്? ഫൈറ്റ് ചെയ്യാവോ? എന്നാ കാണട്ടെ. ബട്ടൂടെ സുഹൃത്തിന്റെ മേലെ കൈവച്ചോ നിങ്ങള്?
ഞാൻ ചോദിക്കാനല്ലേ വന്നുള്ളൂ. സബ്ജി, എനിക്ക് പഠിക്കണം, എനിക്ക് പഠിക്കണം, എനിക്ക് പഠിക്കണം, എനിക്ക് എന്താ ടിങ് ടോങ് ഇത്? ശാബ്ദി ശാബ്ദി എന്ന് പറഞ്ഞാൽ അലക്കി എടുക്കാണല്ലോ നീ. നിനക്കിത് എന്താ പറ്റിയേ? അങ്ങോട്ട് നോക്ക. പ്രൊഫസറും ടിങ് ടോങ്ങും കട്ടുപെട്ടിട്ട് പെരുമാറുന്നത് കണ്ടോ? നീ വേഗം പോയി നമുക്ക് ബോസിനോട് പറയാം. ഇത് കേട്ട് ബോസ് സന്തോഷവാനായി നമുക്ക് കാശ് തരും. വെള്ളം വെള്ളം വെള്ളം. ഇവിടെ ഉണ്ട്. വെള്ളം കിട്ടി. വേണ്ട, വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒരിക്കലും ഒഴിക്കരുത്, വേണ്ട, വെള്ളം ഒഴിക്കരുത്. ഓടിക്കോ. ബട്ടു, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് ടിങ് ടോങ്ങും പ്രൊഫസറും നമ്മളെ ഇങ്ങനെ ചെയ്യുമെന്ന്. ഗട്ടു, ബട്ടുയുടെ ഡിറ്റക്റ്റീവ് സെൻസ് പറയുന്നു ഈ രണ്ടുപേരും പ്രൊഫസർ ആൻഡ് ടിങ് ടോങ് അല്ല. അല്ല. ബട്ടു, പക്ഷെ ഇങ്ങനെ ആലോചിക്കാൻ നിനക്ക് എന്തെങ്കിലും ഒരു ആധാരമുണ്ടോ? ഉണ്ടല്ലോ. ബട്ടുയുടെ ഈ മൈൻഡ് ഉണ്ടല്ലോ, അത് കുറേ റീസൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറേ റീസൺ. ശരി, പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തില്ലേ, അതിലേക്കൊന്ന് നോക്കാം. എന്റെ ഈശ്വരാ, ടിങ് ടോങ്ങിന്റെ ഫോൺ എന്റെ കയ്യിലാ ഉള്ളത്. മോർണിംഗ് ഗാർഡന്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്തായിരുന്നില്ലേ? എല്ലാ ഫോട്ടോസും നമുക്ക് ലാപ്ടോപ്പിലിട്ട് നോക്കാം. വാ. ബട്ടു, ഇവരുടെ തലയ്ക്ക് മുകളിൽ എന്താ? മേലെയോ? അതെ, ഇതെന്താണ്? എന്റെ ഈശ്വരാ, ഇവര് രണ്ടുപേരും ആരാ? സൂപ്പർ. കണ്ടില്ലേ കട്ടു, ഈ ബട്ടു പറഞ്ഞില്ലേ അവര് രണ്ടുപേരും പ്രൊഫസർ ആൻഡ് ടിങ് ടോങ് അല്ല 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 എന്ന്. അതെ, ഇവര് രണ്ടുപേരും കണ്ട ഒരു ഏലിയനെ പോലെയുണ്ട്. ഏലിയൻസ്. ഇവര് ശരിക്കും ഏലിയൻസ് ആണെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അതെ, നമുക്ക് നോക്കാം. ഇവരെ മങ്കേലിയൻസ് ആണ് വിളിക്കാറ്. മങ്കേലിയൻസ്. ഇവരെ കാണാൻ മങ്കീസിനെ പോലെ ഉണ്ടാവും. ഇവരെ കുറിച്ച് എല്ലാവരും കേട്ടത് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ഇമേജസ് പോലും അവര് ഊഹിച്ച് വരച്ചെടുത്തതാണ്. ഇത് ഏത് ബോഡി ആണെങ്കിലും ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്യും. ഇവരാരുടെ ബോഡിയിലാണോ എൻറ്റർ ആവുന്നത് അത് ഇവർക്ക് ഏറ്റതുപോലെ ഇവരവരെ കൺട്രോൾ ചെയ്യും. കൺട്രോൾ. അങ്ങനെയാണോ? അതുകൊണ്ടാണ് ആ ഏലിയൻസ് പ്രൊഫസറിനെയും ടിങ് ടോങ്ങിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ടു, എനിക്ക് ഉറപ്പുണ്ട് അവർ രണ്ടുപേരും ഇപ്പോഴും ഇവർ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഒരു മിനിറ്റ് കട്ടു, ഒരു മിനിറ്റ്. ബട്ടു എന്തോ തിങ്ക് ചെയ്യാണ്. നീ ഒന്ന് തിങ്ക് ചെയ്യ. മോർണിംഗ് അവരുടെ ദേഹത്ത് വെള്ളം പട്ടായിരുന്നില്ല, വെള്ളം. അപ്പൊ അവര് പേടിച്ചിട്ട് ഓടിപ്പോയി. മാർക്കറ്റിലും അതേപോലെയല്ലേ സംഭവിച്ചേ. ബോട്ടിൽ വെള്ളം അവരുടെ ദേഹത്ത് തട്ടിയ ഉടനെ അവര് നല്ലോണം പേടിച്ചു പോയി, നല്ല വിറച്ചുപോയി. എന്റെ ഈശ്വരാ, ബട്ടുവിന് എന്താണ് തോന്നുന്നത് വെച്ചാൽ അവർക്ക് രണ്ടുപേരും വെള്ളം എന്ന് വെച്ചാൽ പേടിയാണ്. പേടി. സൂപ്പർ ഐഡിയ കിട്ടി കട്ടു, ഐഡിയ. നിങ്ങൾ രണ്ടുപേർക്കും ഈ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് സ്വാഗതം. പ്രൊഫസർ, ഇന്ന് എന്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇന്ന് ഗട്ടു ബട്ടു രണ്ടുപേരെയും നല്ലോണം ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്കിയിരിക്കുകയാണ്. ഈ സന്തോഷം ആഘോഷിക്കാനായി നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ ഒരു വലിയ പാർട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതാ അവിടെ. വരൂ വരൂ, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വേണ്ടത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാം. സബ്ജി, എനിക്ക് ആ ഫിഷിനെ കഴിക്കണം. എന്താ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? ടിങ് ടോങ്, ആ ഫിഷ് ഒരിക്കലും ആർക്കും ഡിഷ് ആവില്ല. കാരണം അത് കഴിക്കാനുള്ളതല്ല. അത് നമ്മളെ പോലെ മനുഷ്യന്മാരെ കഴിക്കുന്ന ഫിഷാണ്.
അല്ല അല്ല സാബ്ജി, ഞാൻ അത് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. അതിനെ പുറത്തേക്ക് എടുക്ക സാബ്ജി. ഇവൻ എങ്ങനെയാ മനസ്സിലാക്കി കൊടുക്ക ടിങ് ടോങ്, അതിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് വളരെ ഡേഞ്ചറസ് ഫിഷ് ആണ്. അത് പിടിക്കുന്നത് മാത്രല്ല, അതിന്റെ അടുത്തേക്ക് പോകുന്നത് പോലും വളരെ ഡേഞ്ചർ ആണ്. കാരണം അത് ഷാർക്കാണ്. ഷാർക്ക്, മനസ്സിലായോ? ഇല്ല, എന്നൊന്നും ചെയ്യല്ലേ. നിങ്ങൾ രണ്ടുപേർക്ക് എന്താ അസുഖ? പെരി എന്തെങ്കിലും ഇളകിയിട്ടുണ്ടോ? ഇങ്ങനത്തെ ഷാർക്കിന് ആരെങ്കിലും കഴിക്കോ? ടിങ് ടോങ്, പ്രൊഫസർ, ഞങ്ങൾക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടെന്ന്. മര്യാദയ്ക്ക് താഴേക്ക് വരൂ. അവന്മാരി എത്തി. നിങ്ങൾ രണ്ടുപേരും വേഗം താഴെ പോ. കട്ടുപട്ടുള്ള കഥ കഴിക്കേ. എന്നിട്ട് നിങ്ങൾ ഏത് ഫിഷ് വേണമെന്ന് ചോദിച്ചാലും ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് തരാം. വയറ് നിറച്ച് കഴിച്ചോളൂ. വേഗം വേഗം പോവൂ. പോയി അവരെ പിടിക്കൂ. വേഗം. പക്ഷേ സാബ്ജി, അവരെ രണ്ടുപേരും ഞങ്ങൾക്ക് അങ്ങനെ പിടിക്കാൻ കഴിയാ? ഹോഴ്സ് റൈഡിങ്ങിന്റെ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഹോഴ്സ് റൈഡിംഗ് ചെയ്യേ, വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ആദ്യം അവരെ പോയി പിടിക്കേ. അവന്മാരുടെ കഥ കഴിക്കേ. എടാ, എന്താണോ ചെയ്തേ? എടാ, ഹോഴ്സ് റൈഡിംഗ് ചെയ്യാൻ പറഞ്ഞപ്പോ എന്റെ പുറത്ത് കയറിയാണ് ഹോഴ്സ് റൈഡിംഗ് ചെയ്യാ. കുഴപ്പമില്ല, നമുക്ക് പോയി സിറ്റി ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാന്നേ. ചേട്ടാ, ഞങ്ങൾക്കും സിറ്റി ഒന്ന് ചുറ്റി കാണിച്ചു താന്നേ. അല്ല, ഇവരെവിടേക്കാ പോകുന്നത്? ബട്ടു, നമുക്ക് അവരെ ഫോളോ ചെയ്യണം. ഭാഗ്യം, ഷേർസിങ്ങിനെ ഇവര് ഹോർസാക്കി മാറ്റി. എടാ, മണ്ടന്മാരെ അവന്മാര് കയറിയിരിക്കുന്നു. പോരാഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ മേലെ കയറിയിരിക്കുന്നത്? താഴെ ഇറങ്ങടാ. ഞങ്ങൾ താഴെ ഇറങ്ങില്ല ബോസ്, ഞങ്ങൾക്ക് നല്ല രസമുണ്ട്. പിന്നത്തരത്തിന്റെ മറ്റൊരു പേരായ ഷെയർസിങ്ങിന് എല്ലാരും കൂടി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷെ ഇവരെങ്ങോട്ടാണ് പോകുന്നത് ബട്ടു? ഐഡിയ, വണ്ടി നിർത്ത് കെട്ടു, വണ്ടി നിർത്ത്. നീ ചെല്ല്, ഞാൻ ഇപ്പൊ വരാം. അങ്ങനാണോ? ഓക്കെ. ബോസ്, എനിക്ക് തീരെ വയ്യ. ഈ തടി വെച്ച് ഓടാനും പറ്റുന്നില്ല. കാലും നല്ല വേദന. ഇവന്മാരെ ഒന്ന് ഇറങ്ങാൻ പറയൂ ബോസ്. വയ്യ ബോസ്. ഒരു മിനിറ്റ്, എല്ലാവരും നിൽക്കണം. നീ വന്നതിന് വളരെ നന്ദി കട്ടു. ടിങ് ടോങ്ങും പ്രൊഫസറും ഞങ്ങളുടെ പുറത്ത് കയറി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. ഇനിയും ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ വയ്യ. പ്രൊഫസർ, ടിങ് ടോങ്, ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേരും സ്വമേധയാ ചെയ്യുന്നതല്ലെന്ന്. മങ്ക് ഏലിയൻസ് എന്ന് പറഞ്ഞ 2 ഏലിയൻസ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഈ മങ്ക് ഏലിയൻസിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് പുറത്തേക്ക് വരാം. ഇപ്പോഴും സമയം തീർന്നിട്ടില്ല. ഇത് ആരാണ്? സാബ്ജി, ഈ രണ്ട് മങ്കിയും എവിടുന്നാ വന്നതാ? പറയൂ സാബ്ജി. മനുഷ്യ, നീ ഭയങ്കര ബുദ്ധിമാനാണ്. ഞാൻ നിങ്ങളൊന്നും വെറുതെ വിടില്ല. എന്റെ ബട്ടു, നീ എവിടെയാ ഉള്ളത്? ഗട്ടു, പേടിക്കണ്ട, ഞാനിതാ വന്നോണ്ടിരിക്കാണ്. നല്ല രസമുണ്ട്. ബട്ടു, നിങ്ങൾ എപ്പോഴാ വരുന്നത്? വേഗം പറയൂ. Hey, super! Fire! I mean, water!
അത് ശരി, എന്താ പറഞ്ഞ തമാശക്ക് ചെയ്താണല്ലേ? ഫസ്റ്റ് ആ ഡോഗ്സിനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു, പിന്നെ ഞങ്ങളൊരു ഹോർസ് ആക്കി മാറ്റി, പിന്നെ മോഷ്ടിച്ചു. ഇത് മാത്രമാണോ? ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ പറയട്ടെ. കട്ടു ബട്ടു ഇവരെ വെറുതെ വിടുന്നത്. ഒരു വില്ലനായ ഷേർസിങ്ങിനെ ഒരു ഹോഴ്സ് ആക്കി മാറ്റി ഇങ്ങനെ ഓടിച്ചു. ശത്രുവിന്റെ ശത്രു മിത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം. അതുകൊണ്ട് ഇവന്മാരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഷേർസിംഗേ, ഇവർ രണ്ടുപേരും സാരമില്ല. നിങ്ങളാണ് വലിയ ആള്. നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഞങ്ങൾ കൂടില്ല. മനസ്സിലായോ? ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇനി ഒരിക്കലും ഭൂമിയിലേക്ക് വരില്ല. ആരെയും ഞങ്ങൾ കഷ്ടപ്പെടുത്തില്ല. ഞങ്ങളോട് ക്ഷമിക്കണേ. വേണ്ട വേണ്ട വേണ്ട, എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഭൂമിയിലേക്ക് വരില്ലെന്ന് പറയുന്നത്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരാം. നിങ്ങൾക്ക് എപ്പോഴൊക്കെ തോന്നുന്നു അപ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം. പിന്നെ ഹോർസ് റൈഡിങ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ദേ ഇവിടെ നിൽക്കുന്നുണ്ട് ഷേർസിംഗ്. എപ്പോഴും നോക്കിയാൽ അയാൾ ഫ്രീ ആയിരിക്കും. ഞാൻ ബിസിയാ, ഞാൻ പോവാ. Watch India's largest kids library only on Jio Hotstar. Download the app now.